ഡീക്കന്മാരായ ലിൻഡോ, ലിൻസൺ. ഒരുപാട് ആനന്ദത്തോടും അഭിമാനത്തോടും കൂടിയിട്ടാണ് നമ്മൾ ഈ അൾത്താരയിൽ ഇന്ന് ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. 2012 വർഷം ഇന്ന് അവസാനിക്കുകയാണ്. ഈ വർഷത്തിൽ അവസാനത്തെ ദിവസമാണിന്ന്. നമ്മുടെ ഹൃദയങ്ങളിൽ മുഴുവൻ ദൈവം കഴിഞ്ഞൊരു വർഷം നമ്മെ കരം പിടിച്ച് വഴി നടത്തിയതിനെക്കുറിച്ചുള്ള കടപ്പാടുകളുടെ വികാരനിർഭരമായിട്ടുള്ള ഓർമ്മകളാണ്. നമ്മൾ ഇന്ന് കരം കൂപ്പി കർത്താവിൻ്റെ മുൻപിൽ കൃതജ്ഞതാ നിർഭരായിട്ട് പറയും, കർത്താവേ, ഞങ്ങൾക്ക് ഈ വർഷം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുണ്ട്. ഈ അവണിശ്ശേരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അനിതര സാധാരണമായിട്ട് ദൈവം അനുഗ്രഹിച്ച വർഷമാണ്. ഒല്ലൂർ ഇടവകയിലെ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരും താമസിക്കുന്ന, ഒല്ലൂരിൻ്റെ പത്രാസും പ്രൗഢിയൊന്നുമില്ലാത്ത ഏറ്റവും അവികസിതമായിട്ടുള്ളൊരു മേഖലയാണ് അവണിശ്ശേരി. ഒല്ലൂർ പള്ളിയിൽ നിന്ന് പിരിവിന് വരുമ്പോൾ ഏറ്റവും ഒടുവിൽ പിരിവിന് വരുന്ന സ്ഥലമാണ് അവണിശ്ശേരിക്കാർ. കാരണം കൈമുതൽ ഒന്നുമില്ലാത്ത സാധാരണക്കാർ, കഠിനാധ്വാനം ചെയ്യുന്ന വളരെ പാവപ്പെട്ട കുടുംബങ്ങൾ. ഈ പ്രദേശത്ത് കർത്താവിൻ്റെ പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് വന്ന ഒരു പുണ്യ തേജസ്സുണ്ട്. 43 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് കർത്താവിൻ്റെ വിളി കേട്ടുകൊണ്ട് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അവണിശ്ശേരിയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പുണ്യചരിതനായിട്ടുള്ള CR അച്ഛൻ 969 മാർച്ച് മാസം 19-ാം തീയതി CR അച്ഛൻ അവണിശ്ശേരിയെ സ്വന്തം ജീവിതത്തിലെ പങ്കാളിയായിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം. അന്ന് ഒല്ലൂർ പ്രദേശത്ത് ഏറ്റവും വില കുറഞ്ഞ് കിട്ടാവുന്ന ഭൂമി അദ്ദേഹം കണ്ടെടുത്ത്, അതാണ് ഈ അനാഥശാല നിൽക്കുന്ന, ഈ ബാലസദനം നിൽക്കുന്ന ഈ പ്രദേശം. അദ്ദേഹം 69 മാർച്ച് മാസം 19-ാം തീയതി യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ ഇവിടെ ഒരു ബാലസദനം ആരംഭിച്ചു. അത് ഈ അവണിശ്ശേരിയുടെ വളർച്ചയുടെ വിളക്കുമരമായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണപത്രപ്രകാരം അദ്ദേഹം പറഞ്ഞു, എനിക്ക് വീടില്ല, എനിക്ക് നാടില്ല, എന്നെ നിങ്ങൾ അവണിശ്ശേരിയിൽ അടക്കണം. അവണിശ്ശേരി ബാലസദൻ്റെ പള്ളിയിലെ അടക്കപ്പെട്ട പുണ്യചരിതനായിട്ടുള്ള CR അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഈ തിരുപ്പട്ടങ്ങളോട് ചേർന്ന് ഞാൻ കരങ്ങൾ കൂപ്പുകയാണ്. അച്ഛൻ കർത്താവിൻ്റെ വിത്ത് പോലെ ഈ മണ്ണിൽ വീണു. അത് ഈ മണ്ണിൽ അലിഞ്ഞില്ലാതായി. ഇന്ന് CR അച്ഛൻ എന്ന വിത്ത് കർത്താവിൻ്റെ വിളഭൂമിയിലെ മുള പൊട്ടുന്നു. എത്രയോ മനോഹരമായിട്ടുള്ളൊരു പുതിയ പള്ളി. ഒരുപക്ഷെ CR അച്ഛൻ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ട്. അച്ഛൻ കൂര കെട്ടി താമസിച്ച അവണിശ്ശേരിക്കാർക്ക് ഇന്ന് ഒല്ലൂർ മേഖലയിലെ ഏറ്റവും നല്ലൊരു പള്ളി അത് കർത്താവ് ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഈ പള്ളിയിലെ ഈ വർഷം നടക്കുന്ന 2ാമത്തെ ഒരു മഹാസൗഭാഗ്യമാണ്. അച്ഛൻ താലോലിച്ച് വളർത്തിയ അവണിശ്ശേരിക്കാരുടെ മക്കള് 2 പേരെ ഒല്ലൂർ ഫൊറോന പള്ളി വിട്ട് ഈ അവണിശ്ശേരിയിലെ ഇടവകപ്പള്ളി പോലെയുള്ള ഈ ദേവാലയത്തിലെ തിരുപ്പട്ടത്തിന് വേണ്ടി മധുബഹായിലേക്ക് വരുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോൾ അത് ധാരാളം ഫലം പുറപ്പെടുത്തു എന്നുള്ള കർത്താവിൻ്റെ തിരുവചനം ഇന്ന് അർത്ഥകമാകുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ലിൻസനോടും ലിൻഡോയോടും പ്രാർത്ഥനാപൂർവം കുറേയേറെ സമയം ചെലവഴിക്കുകയുണ്ടായി. ലിൻസൺ ചേട്ടനാണ്, ലിൻഡോ അനുജനാണ്. സുവിശേഷത്തിലെ സഹോദരന്മാരെ ശിഷ്യന്മാരുണ്ട്.
നമുക്കറിയാം, അന്ത്രയോസും പത്രോസും സഹോദരങ്ങളാണ്. യാക്കോബും യോഹന്നാനും കർത്താവിൻ്റെ ശിഷ്യന്മാരിലെ സഹോദരങ്ങളാണ്. ഈ അവണിശ്ശേരി ബാലസദൻ്റെ മുൻപിൽ കൂടുകൂട്ടിയ രണ്ട് കുടുംബങ്ങളാണ് ലിൻസൻ്റേതും ലിൻഡോയുടേതും. അവർ ലക്ഷപ്രഭുക്കളൊന്നുമല്ല, ഒരു സാധാരണക്കാരെ, സാധുക്കൾ. കഷ്ടപ്പെട്ട് മുതുക് തല്ലി പണിയെടുത്താലേ ഉപജീവനം പട്ടിണി കൂടാതെ നടത്താൻ സാധിക്കുന്നവരെ. ലിൻസന്റെ വീട്ടുകാര് ഒല്ലൂര് പ്രധാന ഭാഗത്ത് താമസിച്ചിരുന്നവരാണ്. പിന്നീട് അവണിശ്ശേരി ഭാഗത്ത് വളർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേട്ടപ്പോൾ ഇങ്ങ് കുടിയേറി പാർത്തതാണ്. രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട് കഴിഞ്ഞാൽ പിന്നെ അവിടെ തറവാട്ട് കുടുംബം എന്ന് പറയുന്നത് ഈ അവണിശ്ശേരി ബാലസദനാണ്. ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി, മക്കളെ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ദൈവവിളിയുടെ സ്വരം കിട്ടിയത്? ലിൻസൺ വളരെ സത്യസന്ധമായിട്ട് എന്നോട് പറഞ്ഞു, ഈ പള്ളിയുടെ മണിക്കല്ലിലാണ് എൻ്റെ ദൈവവിളിയുടെ ഒച്ച ഞാൻ ആദ്യമായിട്ട് കേട്ടത്. ഈ പള്ളിയുടെ മണിക്കല്ലിൽ ഞാൻ കുത്തിയിരിക്കുമ്പോൾ, ഈ മണി കൊട്ടുമ്പോൾ, ആ മണിനാദത്തിൻ്റെ അകത്ത് കർത്താവ് എന്നെ വിളിച്ചത് ഞാൻ കേട്ടു. ഇവർക്ക് രണ്ടുപേർക്കും 3 മക്കളാണ്. ലിൻസന് 2 ആൺപിള്ളേരും 1 പെൺകൊച്ചും. ലിൻഡോയ്ക്ക് 3 ആൺപിള്ളേരാണ്. ഇളയതാണ് ലിൻഡോ. ഇന്ന് ആ മാതാപിതാക്കൾ ഈ അൾത്താരയുടെ താഴെ ഇരുന്നിട്ട് വിശുദ്ധ ജീവിതം നയിച്ച സിയാറച്ചൻ്റെ കബറിടം കുടികൊള്ളുന്ന ഈ മണ്ണില് അവിടെ 2 പേരുടെയും മക്കളെ സിയാറച്ചൻ്റെ പുണ്യസ്മരണയ്ക്ക് മുമ്പിൽ കാണിക്കയായിട്ട് ഇന്ന് സമർപ്പിക്കുകയാണ്. അവർ 2 പേരും ജീവിതത്തിലെ വെളിച്ചം കണ്ടത് ഈ ബാലസദനിലെ പ്രകാശമായിരുന്നു. ഞാനിവരോട് 2 പേരോടും ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് അച്ഛനാകാൻ ആഗ്രഹം കിട്ടിയത് എന്താ? വീട്ടിലെ പണി കഴിഞ്ഞാൽ 2 വീട്ടിലെയും മാതാപിതാക്കൾ പറയും, പള്ളിയെ പോകണം. ഈ പള്ളിയായിരുന്നു അവരുടെ കളിസ്ഥലം. ഈ പള്ളിയിൽ അച്ഛന്മാരായിരുന്നു അവിടെ കളിക്കൂട്ടുകാരെ. ഈ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളായിരുന്നു അവിടെ സഹോദരങ്ങൾ. അവരുടെ ഇടയിലുള്ള സഹവാസവും അവരോടുള്ള അടുപ്പവും വൈദിക വൃത്തിയോട് ഇഷ്ടം തോന്നാനും വൈദിക ആകാനുള്ള വിളി അവർക്ക് കിട്ടി. ലിൻസൺ എന്നോട് പറഞ്ഞു, CMI പ്രേക്ഷിതാരാമം പ്രോവിൻസിലാണ് ഞാൻ ചേരാൻ ആഗ്രഹിച്ചത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് ഞാൻ കണ്ടു. നിങ്ങൾക്കറിയാം, കോയമ്പത്തൂർ പ്രേക്ഷിതാരം പ്രോവിൻസ് അത്ര നിസ്സാരമൊന്നുമല്ല. അവർക്ക് ഒരുപാട് സെൻട്രൽ സ്കൂളുകളും വലിയ ഡയലോഗ് സെൻ്ററുകളൊക്കെ ഉള്ള സ്ഥാപനമാണ്. ഞാൻ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്നു. പക്ഷെ എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനാഥർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പാവപ്പെട്ട അച്ഛനുണ്ട്. ഞാൻ അച്ഛൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ മനസ്സിൽ അദ്ദേഹമുണ്ട്. മുഷിഞ്ഞ ഉടുപ്പെട്ട് പാവങ്ങളുടെ പിറകെ നടക്കുന്ന തെരുവ് മക്കൾക്ക് കൂട്ടായിട്ടിരിക്കുന്ന ഒരു അച്ഛൻ. ആ അച്ഛൻ്റെ നാറിയ ഉടുപ്പിൻ്റെ മണത്തിലാണ് പ്രേക്ഷിതാരാമം പ്രോവിൻസിൻ്റെ വിളി ലിൻസൺ കണ്ടെത്തിയതെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഈ അനാഥശാലയുടെ ചുറ്റുവട്ടത്തിലെ ദൈവത്തിൻ്റെ വിളി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ലിൻസൻ്റെ കൂട്ടുകാരനായിരുന്നു ലിൻഡോ. അവർ തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. 83-ലാണ് ലിൻസൺ ജനിക്കുന്നത്, 85-ലാണ് ലിൻഡോ ജനിക്കുന്നത്. ലിൻസണ് ലിൻഡോ സഹോദരൻ, ലിൻഡോയ്ക്ക് ലിൻസൺ ജ്യേഷ്ഠ സഹോദരൻ. ഇന്ന് അവർ 2 പേരും ഈ അൾത്താരയിലെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ കർത്താവിൻ്റെ വൈദികരായിട്ട് അഭിഷിക്തരാകുകയാണ്. ഞാനൊരു നിമിഷം ഈ മാതാപിതാക്കളോടും അവരുടെ കുടുംബാംഗങ്ങളോടും സഭയ്ക്കുള്ള ഹൃദയപൂർവമായിട്ടുള്ള നന്ദി, അവരെ ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ വിളി കേൾക്കാൻ തക്ക വിധത്തിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയതിനെ ഓർത്ത് ഞാൻ അവരോട് സഭയ്ക്കുള്ള വലിയ കടപ്പാട്, സഭയ്ക്കുള്ള വലിയ കൃതജ്ഞത ഞാനിവിടെ പരസ്യമായിട്ട് ഏറ്റുപറയുകയാണ്. ഒരുപക്ഷെ ദൈവവിളിയെക്കുറിച്ച് ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം വളരെ അർത്ഥവത്താണ്. ഇവർ 2 പേരും എന്നോട് പറഞ്ഞു, ഇടയ ദൗത്യത്തെ സംബന്ധിക്കുന്ന ഒരു സുവിശേഷം പിതാവ് എടുത്ത് വായിക്കണം.
അവരുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ 1 തുടങ്ങി 10 വരെയുള്ള സംഭവങ്ങൾ വായിച്ചത്. 2 ഉപമകളാണ് ഈ സുവിശേഷത്തിലെ. ഒന്ന്, കാണാതെ പോയ ആടിനെ തേടി ഇറങ്ങുന്ന നല്ല ഇടയൻ. സിയാറച്ചൻ്റെ ചിത്രം മനസ്സിൽ വെക്കുമ്പോൾ ഒല്ലൂരിലെ ഏറ്റവും അവികസിതമായിട്ടുള്ള ഈ മേഖലയിലെ ഒരിക്കലും പള്ളിയിൽ പോകാൻ സാധിക്കാത്ത വിധത്തിലെ മുഖ്യധാരയിൽ നിന്ന് മാറ്റിക്കിടക്കപ്പെട്ട ഈ സ്ഥലത്ത് കാണാതെ പോയ ആടുകളെ തേടി ഇറങ്ങിയ സിയാറച്ചൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലെ ഈ ദൈവവിളികൾ നമുക്ക് സമർപ്പിക്കാം. കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ ഇന്ന് കർത്താവിൻ്റെ വിളി കേൾക്കുന്ന 2 ഇടയ ദൗത്യം ഏറ്റെടുക്കുന്ന 2 മക്കള്. ഒരു സ്ത്രീക്ക് 10 നാണയങ്ങൾ കൊടുത്തുവെന്ന സുവിശേഷ ഭാഗം വളരെ അർത്ഥവത്താണ്. സഭാപിതാക്കന്മാർ അതേക്കുറിച്ച് പറയുന്നത്, ഈ 10 നാണയങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാത്സല്യവും ദൈവത്തിൻ്റെ പ്രത്യേക ഇഷ്ടവുമാണ്. ഒരു വൈദിക ജീവിതം എന്ന് പറയുന്നത് 10 നാണയം കിട്ടിയ ഒരു സ്ത്രീയെ പോലെയാണ്. ഈ മക്കളെ ദൈവം മറ്റു മക്കളെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിലെ പൂർവ്വയൗസേപ്പിൻ്റെ കഥ പറയുന്നുണ്ട്. പൂർവ്വയൗസേപ്പിനെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യാക്കോബ് തൻ്റെ 12 മക്കളിൽ യൗസേപ്പിനെ പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്ക് ജനിച്ച മകൻ. അതുകൊണ്ട് തന്നെ യൗസേപ്പിനോട് പ്രത്യേക കരുതലും പ്രത്യേക ഇഷ്ടവും ഉണ്ടായിരുന്നു. തൻ്റെ ഇഷ്ടം യൗസേപ്പിനോട് കാണിക്കാൻ വേണ്ടി യാക്കോബ് യൗസേപ്പിന് കൈ നീളമുള്ള കുപ്പായവും വർണ്ണ മേലങ്കിയും കൊടുത്തു. കൈ നീളമുള്ള കുപ്പായവും വർണ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ മേലങ്കിയും അവന് കൊടുത്തു. ഇന്ന് തിരുപ്പട്ടദാന ശുശ്രൂഷ കഴിയുമ്പോൾ ഈ 2 മക്കളുടെ കരങ്ങളിലും കൈ നീളമുള്ള വലിയ അങ്കിയും വർണ്ണക്കുപ്പായവും നമ്മൾ കൊടുക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ വാത്സല്യം ഈ മക്കളോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മക്കൾ ദൈവത്തിന് വളരെ വിലപ്പെട്ടവരാണ്. ദൈവം ഇവരെ മറ്റുള്ളവരെക്കാൾ കരുതലോടുകൂടെ സ്വീകരിക്കുന്നുവെന്നതിൻ്റെ അടയാളമാണത്. നിങ്ങൾ ധരിക്കുന്ന കാപ്പ നിങ്ങളുടെ അധികാരത്തിൻ്റെ അടയാളമല്ല. അത് നിങ്ങൾക്ക് ദൈവം നൽകുന്ന സംരക്ഷണത്തിൻ്റെ കവചമായിട്ട് നിങ്ങൾ കരുതുക. സഭാപിതാക്കന്മാർ പറയുന്നത് ഈ വർണ്ണക്കുപ്പായം എന്ന് പറയുന്നത് 7 നിറങ്ങളിലുള്ള കുപ്പായമാണ്. വർണ്ണങ്ങൾ 7 നിറങ്ങളാണ്. നിങ്ങൾക്കറിയാം, മഴവില്ലിൽ 7 നിറങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സഭാപിതാക്കന്മാർ പറയുന്നത് ഈ വർണ്ണക്കുപ്പായം പരിശുദ്ധാത്മാവിൻ്റെ 7 വരദാനങ്ങളാണ്. മക്കളെ, നിങ്ങളുടെ പൗരോഹിത്യം, ദൈവം നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം, അത് കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ മേലങ്കി അണിയിക്കുകയാണ്. തണുപ്പിലെ കവചം പോലെ, പട്ടാളക്കാർക്ക് സംരക്ഷണത്തിൻ്റെ പരിച പോലെ ഈ തിരുവസ്ത്രങ്ങൾ ദൈവത്തിൻ്റെ വാത്സല്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അടയാളമായിട്ട് നിങ്ങൾ കരുതണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളോട് വരങ്ങളോട് നിങ്ങൾ തുറവി കാണിക്കണം. നിങ്ങളുടെ വർണ്ണക്കുപ്പായത്തിൻ്റെ നിറങ്ങൾ മങ്ങാൻ നിങ്ങൾ സമ്മതിക്കരുത്. ആ നിറങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും നിങ്ങളുടെ പൗരോഹിത്യം ദൈവത്തിന് അർത്ഥമുള്ള ഒരു ശുശ്രൂഷയായിട്ട് തീരുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. സഭാപിതാക്കന്മാർ പറയുന്ന ഒരു സ്ത്രീക്കാണ് ഇത് കൊടുത്തത്. ഒരു സ്ത്രീ, ബലഹീനതയാണ് ഒരു സ്ത്രീയുടെ അടയാളം. ഒരുപക്ഷെ പൗരോഹിത്യം എന്ന് പറയുന്നത് മേധാവിത്വമല്ല. ഇന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് പൗരോഹിത്യം ഒരു മേധാവിത്വം പോലെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ കർത്താവ് കാലുകൾ കഴുകിക്കൊണ്ടാണ് പൗരോഹിത്യം സ്ഥാപിച്ചത്. ഒരു സ്ത്രീ ഈ 10 നാണയങ്ങൾ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരമ്മയെപ്പോലെയാണ് പുരോഹിതൻ ദൈവത്തിൻ്റെ സഭയ്ക്ക്. ഈ ജനങ്ങൾക്ക് ജന്മം നൽകാനുള്ള മാതൃത്വത്തിൻ്റെ ഗർഭപാത്രത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ് വൈദികരെന്ന് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ 2 പേരും ഈ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് മാമോദീസ തൊട്ടി ചുംബിച്ചു. നിങ്ങളുടെ കൈവെപ്പ് പ്രാർത്ഥനയിലെ വൈദിക മേലധ്യക്ഷൻ ചൊല്ലുന്നുണ്ട്, കർത്താവിൻ്റെ സഭയ്ക്ക് ജന്മം നൽകുന്ന ഗർഭപാത്രത്തിൻ്റെ സൂക്ഷിപ്പുകാരാകാൻ
നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. മക്കളെ, നിങ്ങളെ കർത്താവ് ഭരമേൽപ്പിക്കുന്ന വർണ്ണക്കുപ്പായം ജനങ്ങളുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കാനുള്ള, ജനങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനുള്ള വലിയ മാതൃത്വത്തിൻ്റെ മനസ്സുമായിട്ടാണ്. ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായന എത്ര അർത്ഥവത്താ. മോശയെ തമ്പുരാൻ വിളിക്കുന്ന ഭാഗമാണ്. മോശയെ തമ്പുരാൻ എന്തിനാ വിളിച്ചത്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തമ്പുരാൻ മോശയെ വിളിക്കുന്നത്. എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ വിലാപം ഞാൻ കേട്ടു. നീ എനിക്ക് പകരം അവർക്ക് കൂട്ടുപോകണം, നീ അവർക്ക് വിമോചകനാണ്. ഒരു വൈദികന്റെ അൾത്താര പള്ളിക്കകത്ത് മാത്രമല്ല, ഒരു വൈദികന്റെ അൾത്താര ജനങ്ങളുടെ ദുഃഖങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള കണ്ണിൻ്റെ കാഴ്ചപ്പാടും കാതുകളുടെ ചെവിട്ടോർമ്മയുമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇന്ന് പലപ്പോഴും ഈ പള്ളിക്കകത്ത് തിരുക്കർമ്മങ്ങൾക്ക് മാത്രം വൈദിക വൃത്തിയുടെ അൾത്താര നിങ്ങൾ കാണുന്നുണ്ട്. എവിടെയാണോ ജനങ്ങൾ സങ്കടപ്പെടുന്നത്, എവിടെയാണോ ജനങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത്, എവിടെയാണോ ജനങ്ങളുടെ നൊമ്പരങ്ങൾ അണപൊട്ടി ഒഴുകുന്നത്, അവിടെ കർത്താവ് നിങ്ങൾക്ക് അൾത്താര പണിയുന്നുവെന്ന് നിങ്ങൾ കാണണം, നിങ്ങൾ കേൾക്കണം. അവിടെയാണ് നിങ്ങളുടെ ശുശ്രൂഷ. നിങ്ങളുടെ ശുശ്രൂഷ പാവങ്ങളോടുള്ള പക്ഷം ചേരലാണ്. പള്ളിക്കകത്ത് ധൂപം വെക്കലും തിരി തെളിയിക്കലും കറാപ്പ് തെളിയിക്കലും അത് പൗരോഹിത്യത്തിൻ്റെ ആകർഷണീയമായ ഒരു നിറക്കൂട്ടാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പൗരോഹിത്യത്തിന് വിളിയുണ്ട്. അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി അലിഞ്ഞില്ലാതാകാൻ CRHന്റെ മാതൃകയിൽ പാവങ്ങൾക്ക് വേണ്ടി മുറിച്ചു പങ്കിടാനാണ് എൻ്റെ മക്കൾ വിളിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ മറക്കരുത്. ഇന്നത്തെ രണ്ടാമത്തെ വായന എത്ര മനോഹരമാണ്. ജെറേമിയായുടെ പുസ്തകമാണത്. ജെറേമിയായോട് പറയുന്നുണ്ട്, നിന്റെ നാവിൽ ഞാൻ ഒളിഞ്ഞിരിക്കും. എന്തിനാണ്? നീ എൻ്റെ ജനത്തിന് വേണ്ടി എൻ്റെ സദ്വാർത്ത അവരെ അറിയിക്കണം. വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി ഇതേക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: സക്രാരിയിൽ തിരുവോസ്തി സൂക്ഷിക്കുന്നത് പോലെ വചനത്തിൻ്റെ വലിയ നിക്ഷേപം സൂക്ഷിക്കുന്ന സക്രാരിയാണ് ഒരു വൈദികന്റെ അതരം. നിങ്ങൾ പട്ടം സ്വീകരിച്ച് കഴിയുമ്പോൾ സുവിശേഷത്തിൻ്റെ പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടാണെന്നറിയാമോ? ഈ വചനം നിങ്ങൾ സൂക്ഷിക്കാനും അത് വ്യാഖ്യാനിക്കാനും ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അയക്കപ്പെടുന്നു. വൈദികൻ ജനങ്ങളുടെ സദ്വാർത്തയായിട്ട് മാറണം. ജനങ്ങൾ നൊമ്പരപ്പെട്ടത് ദേവാലയങ്ങളിലും ഒക്കെ ഒന്നിച്ചു കൂടുമ്പോഴും അവിടെ പ്രതിസന്ധികൾക്ക്, അവിടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ചമയ്ക്കുന്ന വൈദികന്റെ പ്രവാചക ദൗത്യം. ഒരമ്മച്ചി വീട്ടിലെ മക്കൾക്ക് സുഭിക്ഷമായിട്ട് വിഭവങ്ങൾ ഒരുക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? വെക്കേഷന് വരുമ്പോൾ നിങ്ങൾക്ക് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എന്ത് കൊതിയാ. വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് നൊമ്പരം തോന്നാറില്ലേ? അമ്മച്ചിയെ വിട്ടു പോകുന്നത് കൊണ്ട്. ഒരു വൈദികൻ ദൈവജനത്തിന് വചനത്തിൻ്റെ വിരുന്നൊരുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നൊമ്പരങ്ങളിലും മരുന്നായിട്ട് വചനം പുരട്ടാൻ, അവിടെ തകർച്ചകളിലെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സമാശ്വാസമാകാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മറക്കാതെ നിങ്ങൾ ഓർമ്മിക്കുക. ഇന്ന് വായിച്ചു കേട്ട ലേഖന ഭാഗം എത്ര അർത്ഥവത്താണ്. അഹറോനെ പോലെ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അഹറോൻ മരിച്ചതിനെ കുറിച്ച് സംഖ്യയുടെ പുസ്തകത്തിൽ ഒരു സൂചനയുണ്ട്. ഒരുപക്ഷെ വൈദികരുടെ ശവസംസ്കാര വേളയിൽ വായിക്കുന്നത് ആ ഭാഗമാണ്. അഹറോൻ മരിച്ചത് എപ്പോഴാണെന്നറിയാമോ? അഹറോന് നൽകപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു വാങ്ങി. അഹറോന്റെ പുരോഹിത വസ്ത്രങ്ങൾ മോശ അഴിച്ചു വാങ്ങി. നഗ്നനായി അഹറോൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അഹറോൻ മരിച്ചുവെന്ന് സുവിശേഷ വേദപുസ്തകത്തിൽ പറയുന്നില്ല. കാൽവരിയിൽ മരിച്ച കർത്താവിൻ്റെ പ്രതീകമാണ് അഹറോൻ. അഹറോൻ മരിച്ചത് തനിക്ക് നൽകപ്പെട്ടത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ്. ഒരു വൈദികൻ മരിക്കുന്നത് ശ്വാസം നിലയ്ക്കുമ്പോഴല്ല, ഒരിക്കലുമല്ല. ഒരു വൈദികൻ മരിക്കുന്നത് ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി എല്ലാം കൊടുത്തു തീർക്കുമ്പോഴാണ്. ഈ മണ്ണിൽ കബറടങ്ങപ്പെട്ട CRHൻ അദ്ദേഹത്തിൻ്റെ തകരപ്പെട്ടിക്കകത്ത് ഒന്നുമില്ലായിരുന്നു. ഈ മണ്ണിലെല്ലാം കുഴിച്ചിട്ട് അപ്പോഴാണ് അദ്ദേഹം ഈ നാടിൻ്റെ മുളയായിട്ട് വിത്ത് മുള പൊട്ടിയതുപോലെ മുള പൊട്ടിയത്. മക്കള്, ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്നത് മുഴുവൻ ദൈവജനത്തിന് കൊടുക്കാൻ കാരണമാകട്ടെ.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദൗത്യം ജനങ്ങളോടുള്ള ദൗത്യമാണ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ജനത്തിന് ജോലി ചെയ്യാനാണ്. നിങ്ങളുടെ വിളിയുടെ അർത്ഥം ദൈവത്തിനും ദൈവജനത്തിനും ഇടയിലെ പാലം പണിയലാണ്. ദൈവത്തിൽ നിന്ന് ദൈവജനത്തിലേക്ക് പാലം പണിയുക, ദൈവജനത്തെ ദൈവത്തിലേക്ക് പാലം പണിതടുപ്പിക്കുക. ദൈവം നിങ്ങളെ രണ്ടുപേരെയും അതിനനുഗ്രഹിക്കും. അവണിശ്ശേരി ഭാഗത്തുനിന്ന് ധാരാളം ദൈവവിളികൾ ഇനി ഉണ്ടാകണം. ഈ ബാലസദനിലൂടെ ധാരാളം കുഞ്ഞുങ്ങൾ ദൈവവിളി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അവണിശ്ശേരി മേഖലയിൽ നിന്ന് ദൈവവിളികൾ കുറയുന്നു. പണ്ടൊരിക്കലും നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവവിളികൾ കിട്ടിയ ഒരു ഇടവകയാണ് ഒല്ലൂര്. ഒല്ലൂരിൽ നിന്ന് ഇനി ദൈവവിളികൾ കിട്ടാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നു. ഡാമിലെ വെള്ളം അവസാനിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് ദൈവവിളികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ വിളികൾ ലഭിക്കാൻ പ്രത്യേകം മനസ്സ് ഉരുകി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വൈദികരുടെ കുറവുകൾ, വൈദികരുടെ പരാജയങ്ങൾ, വൈദികരുടെ പരിമിതികൾ അത് വീടുകളിൽ വെച്ച് വിളമ്പേണ്ട വിഭവമായിട്ട് നിങ്ങൾ കരുതരുത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മുൻപിൽ വൈദികരെ കുറച്ച് സംസാരിക്കുന്ന പ്രകൃതി നമ്മൾ വളരെ ഉപേക്ഷിക്കാനായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവിളിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ രണ്ടുപേരെയും സഭയുടെ നാമത്തിൽ ഞാൻ ഹൃദയപൂർവ്വം വൈദിക കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടാകണം. വൈദികരുടെ അമ്മ പരിശുദ്ധ മറിയമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നില്ല, കുരിശിൻ്റെ താഴെ അവൾ നിന്നു. യോഹന്നാൻ തൻ്റെ ഭവനത്തിൽ അവൾ അമ്മയായിട്ട് സ്വീകരിച്ചു. നിങ്ങളുടെ പൗരോഹിത്യത്തിൽ അമ്മ നിങ്ങൾക്ക് കൂട്ടാകട്ടെ. നിങ്ങൾക്ക് സർവ്വദൈവാനുഗ്രഹവും നന്മയും ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇപ്പോൾ കാറസൂസ പ്രാർത്ഥനകളാണ്. പരിശുദ്ധാരൂപയുടെ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഒരാൾ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. പരിശുദ്ധാരൂപയുടെ നിറവ് ഈ സഹോദരർക്ക് ഉണ്ടാകുന്നതിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാറസൂസായ്ക്ക് പ്രത്യുത്തരമായി, കർത്താവേ, ഈ സഹോദരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്ഥികൾക്ക് വേണ്ടി